വോട്ടെന്തോരം കിട്ടിയാലും ജയമാണ് കാര്യം. അത് സത്യം. അത് ഹൈദരാലി പറഞ്ഞത് കറക്റ്റാണ്. അത് സംശയമില്ല. വോട്ട് കിട്ടിയോണ്ട് ജയം ഉണ്ടാവില്ല. 5 സംസ്ഥാനം പോയി എന്ന് പറയുമ്പോ തന്നെ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന് 2 സംസ്ഥാനം കൂടെ പോകുന്നു പറഞ്ഞപ്പോഴേ, അതെ അതെ, ബംഗാളിലെ കാര്യം അവർ അംഗീകരിക്കും, അത് ഞാനും അംഗീകരിക്കും. ബംഗാളിലെ കാര്യം ഇടതുപക്ഷവും അംഗീകരിക്കുന്നു, പരാജയമാണ്. അപ്പോഴും ഇവിടെ കോൺഗ്രസ് പറയുന്നു, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെയാണ് കോൺഗ്രസ് മറ്റു നേതാക്കൾ, അവിടെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് വർധനവുണ്ടായി. എന്ത് അർത്ഥം, എന്ത് അടിസ്ഥാനമാണുള്ളതെന്ന് ഒരു ചോദിച്ചെന്നെ അവിടെ ബാക്കി നിൽക്കുന്നത്. അതല്ല ഞാൻ പറയുന്നത്, ചെറിയ പെർസെന്റേജ് വോട്ട് വർദ്ധിക്കുകയാണ്. അതാണ് ഈ 3 സംസ്ഥാനങ്ങൾ വർദ്ധിച്ചിട്ടും. അതായത് കോൺഗ്രസിന്റെ ഈ പാർലമെന്റ് ഇലക്ഷനിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെല്ലാം നഷ്ടപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നേ പറഞ്ഞത്. ബംഗാളിൽ സംഭവിച്ച പോലെ, ത്രിപുരയിൽ സംഭവിച്ച പോലെ, ഈ ഇവിടെ കേരളത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ അതിൽ മാത്രം ആശ്വാസം ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അത് കൃത്യമാണ്. പക്ഷെ അവിടെയും ഒരു ചോദ്യചിഹ്നം ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം ഈ 3ാം മുന്നണി തന്നെയാണ് പറയപ്പെടുന്നത്, 2ാം മുന്നണി താങ്കൾ പറയുന്നു. ഇതിനൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ അല്ലേ, അത് വേണമല്ലോ. അവിടെയും ഒരു യോജിപ്പില്ലാതെ പോകുന്നില്ല ഈ മുന്നണിയിൽ. ഇല്ല, അതിൽ എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം മമതാ ബാനർജി എന്ന പേര് പരാമർശിക്കുന്നത് ചെയർമാനായിട്ട് ഖാർഗെയുടെ പേര് മമതയാണ് നിർദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പറയും എപ്പോൾ ചെയർമാനെ തീരുമാനിക്കണ്ട, കൺവീനറും കൂടി ആയിട്ട് തീരുമാനിച്ചാൽ മതി. കൺവീനർ കാര്യത്തിൽ ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൺവീനറും കൂടി വന്നിട്ട് കൺവീനറുടെ പേരും ചെയർമാന്റെ പേരും ഒരുമിച്ച് അനൗൺസ് ചെയ്താൽ മതി. കോൺഗ്രസ് ആണ് പറയുന്നത്. അതൊക്കെ പരിഹരിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു വാസ്തവത്തിൽ ഇതൊരു ബൗദ്ധിക നിയമം കൂടിയാണ്. കാരണം ഇതുപോലെ 1947 കോൺഗ്രസിന് 47 കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിലും ഈ ഇവരൊക്കെ അടങ്ങുന്ന നെഹ്റു പ്രധാനമന്ത്രിയായി അധികാരത്തിലേറ്റിട്ട് 47 മുതൽ 2014 വരെയുള്ള ഒരു ഇന്ത്യയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് 2014 മുതൽ നമ്മൾ കാണുന്ന ഇന്ത്യ അല്ലേ. എല്ലാം ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുക. നമ്മുടെ കൊളീജിയം പോലും വേണ്ട. അതായത് ജഡ്ജിമാരെ പോലും ജസ്റ്റിസുമാരെ പോലും നിയമിക്കാൻ ഞങ്ങൾ നിയമിക്കുമെന്ന് പറയുന്നൊരവസ്ഥ സർക്കാർ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കാരണം പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കോടതികൾ ഉണ്ടാവണം. ഇലക്ഷൻ കമ്മീഷനിൽ അത് നിയമിക്കുന്നതിൽ അതിൻ്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വേണ്ട എന്നിവർ തീരുമാനിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ തീരുമാനിക്കുമ്പം സ്വാഭാവികമായും ഈ ഇന്ത്യ അങ്ങോട്ടാണ് പോകുന്നത്. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചോ, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് 9ാം ക്ലാസ്സിലെ ചോദ്യ പേപ്പറിൽ കുട്ടികളോട് ചോദിച്ച ചോദ്യം, ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ചരിത്രത്തെ മാറ്റിമറിക്കുക, ചരിത്രത്തിൽ അപനിർമ്മിതി നടത്തുക.